മണ്ടത്തരമാണ്. വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന സാധനമുണ്ട്. ആണോ? അത് കഴിഞ്ഞിട്ട് അത് ഒരു സ്റ്റോപ്പിൽ ടെർമിനേറ്റ് ചെയ്തു. ഹൈ ഗൈസ്, ബാക്ക് ടു ലണ്ടൻ. ചെറി ബ്ലോസം കാണാൻ പോവാണ്. ട്രെയിനിൽ കയറി. വീട്ടിലെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. ആസ് യൂഷ്വൽ തിരക്കായിരുന്നു. ഇവിടുന്ന് എവിടെ പോകുന്നതെന്ന് ഞങ്ങൾ ഇതുവരെ ഫിഗർ ഔട്ട് ചെയ്തിട്ട് പറയാം. വഴി പറഞ്ഞു തരാവേ. ഈ ആഴ്ച തന്നെ ഇവിടെ ഉള്ളവർ ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിന് പോവുക, അല്ലെങ്കിൽ മരത്തേന്ന് പൂവെല്ലാം നേരത്തെ പോകേണ്ടതായിരുന്നു. ലേറ്റാ. പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. അപ്പൊ ഇന്ന് പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. ഇപ്പൊ സൺഡേ ആണ്. ഇന്ന് സൺഡേയില് എന്തോ ആകില്ല. ഇതിന് മാത്രം മെസ്സേജ് വരുന്നത്. ഇതിന് മാത്രം മെസ്സേജ് അങ്ങ് വരുന്നത് എന്തോ. ഫ്ലാഷ് ബാക്ക്. ഞങ്ങളിപ്പം വന്നോടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നീ സ്റ്റേഷനിലകത്തോണ്ട്. നീ ടിക്കറ്റ് എടുത്തോ? ആ ശരി, നിനക്ക് ടിക്കറ്റ് ഉണ്ടല്ലയോ? ആ, നീ എന്നൊരു കാര്യം ചെയ്യും. വരുന്ന ട്രെയിനിൽ കയറിക്കും. ഞങ്ങൾ തൊട്ട് പുറകെ അങ്ങ് വന്നേക്കാം. അത് കുഴപ്പമില്ല. ഞങ്ങൾ വരാണ്. ഇപ്പം വരാം. ഇപ്പഴല്ലേ കണ്ട. ഇങ്ങോട്ട് വാ, ഒന്ന് ചാടി കയറ്. താപ്പോട്ട് ഇറങ്ങി പോവാതെ എവിടെ പോവാ? ഇങ്ങോട്ട് വാ. രാവിലെന്നോ രാത്രിയെന്നോ ഉച്ചയെന്നോ ഇല്ല, പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. ലണ്ടൻ ബ്രിഡ്ജ് ഇറങ്ങി നമ്മുടെ വണ്ടിയോട് ടാറ്റ പറയാനുള്ള സമയമായി. ലിഫ്റ്റിലോട്ട് എന്നാ ലൈനിൽ നിൽക്കാം. ലെറ്റ്സ് ഗോ. എന്താ ഇത്? പരിഷ്കാരി അല്ല, ഇത് പച്ച പരിഷ്കാരി അല്ല, നീല പരിഷ്കാരി. ഓക്കെ, ഞങ്ങളാണെങ്കിൽ നോർത്ത് ഗ്രെനിച്ചിൽ ഇറങ്ങിയിട്ട് ഗ്രെനിച്ച് പാർക്കിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോസൊക്കെ കണ്ടപ്പം ഗ്രെനിച്ചിലെ ചെറി ബ്ലോസം ലുക്സ് റിയലി നൈസ്. എന്നെ കാണാമോ? ഞങ്ങൾ സ്പ്രിംഗ് ആന്നൊക്കെ പറഞ്ഞ് ഇതിട്ടുണ്ടാ വന്നത് കേട്ടോ. എല്ലാവരും വന്നപ്പം കണ്ടില്ലാണ് ടീഷർട്ടും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. അപ്പം ഇപ്പം ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് ട്യൂബ് സ്റ്റേഷനിൽ നിൽക്കുക. ഇവിടുന്ന് നോർത്ത് ഗ്രെനിച്ച്. അതെ, ഇയാളെ നേരത്തെ കണ്ടു. ഞാനൊരു ബിഫോർ ലുക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അകത്തിൽ ഇപ്പം നോക്ക്, ഇങ്ങനെ ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ ട്രഫാൽഗർ റോഡ്, മേസ് ഹിൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്. 4-5 സ്റ്റോപ്പേ ഉള്ളൂ. അതൊക്കെ ഒരു ബസ് പൊക്കോണ്ടിരുന്ന വേറെ ഒന്നുമല്ല, ഉച്ചവേൽ അടിച്ചതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര വെയില, കാണത്തില്ല. മര്യാദക്ക് ഒരു ബസ്സേ പൊക്കോണ്ടിരുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അല്ല. ബസ് എന്ന് പറയുമ്പോ തെറ്റിന്ന് വിളിച്ച് ഇറക്കിയിട്ട് പറയുക, എന്നിട്ട് അപ്പുറത്തെ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ഏത് ബസ്സിലാണ് കയറുന്നത്? സെയിം ബസ്സിൽ തന്നെ പുറകെ വരുന്നതിന് കയറുവാണ്. നിങ്ങൾ ഈ തെറ്റ് കാണിക്കരുത്. നിങ്ങൾക്ക് ഞാൻ വഴി പറഞ്ഞു തരാൻ വന്ന ആളാണ്. പക്ഷെ നിങ്ങൾ തെറ്റല്ല ഗൈസ്, മണ്ടത്തരമാണ്. അത് കാണിക്കരുത്. ആക്ച്വലി എനിക്ക് ഗൂഗിളിൽ കാണിച്ച 3-4 സ്റ്റോപ്സേ കാണിച്ചുള്ളൂ. ആ ബസ്സിനകത്തിലാണെങ്കിൽ സ്റ്റോപ്സ് കാണിക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ മിലേനിയം പാർക്ക് നോക്കി എഴുതുമ്പോൾ നമ്മൾ എങ്ങാണ്ടൊക്കെ പോയെന്ന് പറഞ്ഞു. നമ്മൾ ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി ഇനി തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു. നേരത്തെ എത്താന്നുള്ള അതിലായിരുന്നു. വെപ്രാളത്തിൽ അങ്ങ് ഇറങ്ങി. പക്ഷേ ഇനി നമ്മൾ പാളിപ്പോയി. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കും എവിടുന്ന് ബർഗർ കിങ് ഉണ്ട്, അപ്പോൾ ഒരു പ്രൈസ് പോകണോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ. 1 മണിക്കൂർ ബസ്സിന് വേണ്ടി നിന്നു. 129 കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ എങ്ങാണ്ട് വന്നു. ഇനിയിപ്പം ഇനി 18 മിനിറ്റ്സ് പോകും. ഞാൻ കഷ്ടപ്പെട്ട് വന്നതാണ് ചെറി ബ്ലോസം കാണാൻ. പക്ഷെ ചെറി ബ്ലോസം മൊത്തം വാടിപ്പോയി. ഞങ്ങൾ 18 മിനിറ്റ് നടന്നില്ലേ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട്.
ഒന്ന് എൻ്റെ മണ്ടത്തരം കാരണം ഞങ്ങൾ ബസ് മാറി. പിന്നെ ഒരു 1/2 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ അടുത്ത ബസ്സിൽ ഞങ്ങൾക്ക് അത് കയറാൻ പറ്റി. കയറി കഴിഞ്ഞിട്ട് അത് ഒരു സ്റ്റോപ്പിൽ ടെർമിനേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇറങ്ങി അടുത്ത വേറെ ഒരു ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വേറെ ഒരു ബസ് എടുത്ത് ഇറങ്ങി ഒരു 18 മിനിറ്റ് ഈ തണുപ്പത്ത് നടന്ന് ചെറി ബ്ലോസത്തിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ചെറി ബ്ലോസം കണ്ടാൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു. വ്ളോഗ് എടുക്കാൻ പറ്റും. ഭയങ്കര തണുപ്പ്. എന്തോ റീലെടുത്ത് ഇവൻ്റെ ഒരു നല്ല വീഡിയോ എടുത്തു. ചെറി ബ്ലോസം കണ്ടല്ലോ, അത് അത്ര കൊള്ളത്തില്ലായിരുന്നു. ഓ ഞാനൊരു പൊട്ട ലുക്കായിരിക്കും, സോറി ഗൈസ്. ചെറി ബ്ലോസം ഫ്ലോപ്പ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഈ നല്ലൊരു മരം കണ്ട്. അപ്പോൾ ഞങ്ങളടുത്ത് എന്നാൽ ഇത്രയും വന്നതല്ലേ, എന്നാൽ ഇവിടെ ഒന്ന് വരാം. പക്ഷെ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇനി ഞാൻ ഈ വ്ളോഗ് കാണുമ്പോഴത്തേക്കിന് പിന്നെ ചെറി ബ്ലോസം കാണാൻ വേറെ ഉണ്ടാകും കേട്ടോ. ബിക്കോസ് അപ്പോഴത്തേക്കിന് ഇപ്പോൾ തന്നെ മൊത്തം വാടി. അപ്പോഴത്തേക്കിന് ഇച്ചിരി കൂടെ വാടും. ചിലപ്പോൾ ഈ വൈറ്റ് ആയതുകൊണ്ടാണോ? അല്ലല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. അല്ല ഇല്ല, തീർന്നതാ, നമ്മൾ ലേറ്റ് ഓൾറെഡി. പക്ഷേ ഏപ്രിൽ സ്റ്റാർട്ടിങ് ആയതോടെ മാർച്ച് എനിക്കൊന്ന് 15 ദിവസമൊക്കെ നിൽക്കുന്നുള്ളൂ. എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ ഫാൻസി ഒന്നും അല്ലായിരുന്നു. എനിവേ ഞങ്ങൾ ഇനി ഇവിടുന്ന് ക്രോയിഡോറിലോട്ട് പോവാണ് കഴിക്കാൻ. ഇതൊരു ചായക്കട ഓർ കല്യാണി ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതാണ്. ഇപ്പം ലണ്ടനിൽ വേറെ എങ്ങും പോകുന്നില്ല. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇവിടെ വരെ വന്നത്. ഇനിയിപ്പം വേറെ എങ്ങും പോകുന്നില്ല, തിരിച്ചു പോകും. ഭയങ്കര തണുപ്പുമാണ്. ഇത് ഏപ്രിൽ എത്രാം തീയതി ആയിരുന്നു? 6ആം തീയതി ആയി. എന്നിട്ടും നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ്. ഭയങ്കര കാറ്റ്. കൊച്ചിനും ഒന്നും എടുക്കുന്നില്ല. അവൻ നിക്കറും ഉടുപ്പൊക്കെ ഇടിച്ച് ഞങ്ങൾ സമ്മർ വൈബ്സിൽ കൊണ്ടുവന്നേ. പക്ഷെ എന്തുവാ ലാസ്റ്റ് മൊമെന്റ് ഞങ്ങൾ വെച്ചാൽ ഇതങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഇടിച്ച. അറ്റ്ലീസ്റ്റ് അവൻ ഓക്കെ ആണ്. പിന്നെ അവൻ സ്ട്രോളറിലായം കൊണ്ട് അവന് കുഴപ്പമില്ലായിരിക്കും. അത്രയും തണുക്കത്തിൽ. ഇവിടെ ഒരാൾ ഓണായിട്ടുണ്ട്. ഞങ്ങൾ ന്യൂ ക്രോസിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇവിടുന്ന് വെസ്റ്റ് ക്രോയിഡോണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഫോറസ്റ്റിലെത്തി. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വെസ്റ്റ് ക്രോയിഡോന്ന് ഇറങ്ങി കല്യാണി പോകാനാണ് പ്ലാൻ. ഇവർക്ക് ചായക്കടയായിരുന്നു. ഞാൻ പിന്നെ കാല് വീണ് പറഞ്ഞിട്ടുണ്ട്. ഇവർ ചായക്കടയിൽ ഏതാണ്ട് കഴിക്കണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ചായക്കടയിൽ ഒത്തിരി മെനു കുറവാണ്. ലൈക്ക് മെനു കുറവല്ല, ഓപ്ഷൻസ് കുറവാണ്. ഇന്ന് നോക്കിക്കാ, എനിക്ക് തോന്നി അത് കാണത്തില്ലായിരിക്കും. അപ്പൊ വെസ്റ്റ് റോഡ് പിന്നെ ഈസ്റ്റ് റോഡ് പോണ്ടേ? അപ്പം ഞാൻ സ്റ്റാർട്ടർ പനീർ സമൂസ പറഞ്ഞേക്കോ. ഞാനൊരു ഷോർട്ട്സ് ചെയ്തായിരുന്നു കല്യാണി ലാസ്റ്റ് ടൈം കഴിക്കാൻ വന്നപ്പോൾ. അപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ഇവർ ചായക്കടയിൽ പോകണമുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഞാൻ ബിക്കോസ് എനിക്ക് ഇവരുടെ പനീർ സമൂസ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അത് അപ്പോൾ അതാ ഇവർ പറഞ്ഞത് അത് കാണത്തില്ലെന്ന്. ലെറ്റ്സ് സി അതുണ്ടോ ഇല്ലയോന്ന്. പിന്നെ ഇവർ കാണിച്ചു തരാം എന്തൊക്കെ ഓർഡർ ചെയ്യുന്നതെന്നും. ഇന്ന് ലാസ്റ്റ് ടൈമിന് വ്യത്യസ്തമായിട്ടല്ല ചെയ്യുന്നത്. എന്തോ വിചാരിക്കുന്നത്? ഞങ്ങളാണെങ്കിലും വേണ്ട നമ്മുടെ ഒരു ഷവർമ റൊമാലി റൊട്ടി ഉണ്ട്. അതൊരു മേടിച്ചിട്ട് ഹാഫ് അടിക്കാണ്. അത് സ്റ്റാർട്ടർ ആയിട്ട്. പിന്നെ മെയിൻ കോഴ്സ് തീരുമാനമായി. ഭയങ്കര ഉപ്പ് അല്ലേ? പുളി ഭയങ്കര. ഓ വീഡിയോക്ക് എത്തി വരുമ്പം പരിഷ്കാരി ഫിൽറ്റർ കോഫി. പഞ്ചസാര ഇങ്ങനെ ഇടുന്നത് ഇവിടെ കൂടുതൽ കൂടിപ്പോയാ കളറായതുകൊണ്ട് എടുക്കാൻ പോകുന്നുണ്ടോ? കോഫി കുടിച്ചിട്ട് ചിലപ്പോൾ പറ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഞാൻ മേടിക്കുന്നില്ല. റൊമാലി റൊട്ടി ഷവർമ വിത്ത് റൊമാലി റൊട്ടി കണ്ടിട്ട് കൊള്ളാം അല്ലേ? മറ്റേ ക്യാരറ്റും എല്ലാം ഉണ്ട്. കഴിച്ചു നോക്ക്.
എൻ്റെ സീറ്റ് ബെൽറ്റ് വെട്ടിച്ച് പോവാ. താഴെ ഇടല്ലേ. നൈസാണോ? ആ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന സാധനമുണ്ട്. ആണോ? ആ അത് അകത്തിച്ചിരി കുറവുണ്ട്, പക്ഷേ ആ ടേസ്റ്റ് സെയിം നാട്ടിലെ. ആ അങ്ങനെ അവരൊരു സൂപ്പ് കൂടെ എക്സ്ട്രാ തന്നെ. എന്ന് വെച്ചാൽ എക്സ്ട്രാ തന്നെയൊന്നും അല്ല, അവർ ബൈ മിസ്റ്റേക്ക് കൊണ്ടുവന്ന. പക്ഷെ പിന്നെ ഞങ്ങളോട് വന്ന് എടുത്തോളാൻ പറഞ്ഞു. അത് മന്തിക്ക് ഒരു സൂപ്പ് ഫ്രീയാ. നിങ്ങൾ ഏതൊരു മന്തി ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നൈസ് സൂപ്പാണ്, ചിക്കൻ സൂപ്പാണ്. അത് നൈസായിരുന്നു. അപ്പോൾ അവർ സെക്കൻഡ് അറിയാതെ കൊണ്ടുവന്നേ. പക്ഷെ പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് എക്സ്ട്രാ തന്നെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു. കഴിക്കാൻ പറ്റില്ല. അച്ഛൻ എപ്പോഴും പറയാം നാട്ടിലെ പോലെ ഷവർമ്മയാണ്. ഈ പ്രാവശ്യം എനിക്ക് നാട്ടിൽ ചെന്നിട്ട് ഷവർമ്മ കഴിക്കാൻ പറ്റില്ല എന്നില്ലേ? ഇവിടെ കഴിക്കാൻ പോയിട്ട് മറ്റേ നല്ല നാട്ടിലെ സെയിം ആണെന്ന് പറയുന്നത്. ആ ഒരു പക്ഷെ രസമുണ്ട്. പകുതി ഇപ്പോഴേ പാക്ക് ചെയ്യിച്ചോ? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എങ്ങനെ? കാര്യം ചട്ടിച്ചോറ് രാത്രി വന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റില്ല. ഒത്തിരി ആയിരുന്നു. നല്ല ഒത്തിരി ഉണ്ട്, നല്ലതാ. പക്ഷെ ആ ഇത് സെയിം. ഇത് എന്നാ ജല്ലിക്കട്ട് മന്തി. ഇത് സീ ഫുഡ് ബിരിയാണിയാണ്. അത് അഖിൽ ഓർഡർ ചെയ്താ. ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനം ഓർഡർ ചെയ്ത് ഒത്തിരി കിട്ടും. പക്ഷെ നല്ലതാന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ടെംപ്റ്റിങ്. നല്ലപോലെ കഴിക്കുന്ന അല്ല രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് മേടിക്കാൻ നല്ല അല്ലേ? ഇത് ഇവിടെ ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ലതായിട്ട് തരുന്നല്ലോ. റേറ്റ് എത്ര? 11.99. ആ 11.99 നല്ല രസമുണ്ട് കാണാൻ. ടേസ്റ്റി അല്ലേ? ഇവര് ഇപ്പം ഇതുവരെ കഴിച്ചതെല്ലാം ജല്ലിക്കട്ടിന്. ഓ ആ 11.99 നല്ല നല്ല ക്വാണ്ടിറ്റി. നിങ്ങൾ ടേക്ക് അവേ ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ലതാ. രണ്ടുപേർക്ക് സുഖമായിട്ട്. ഞങ്ങൾ ഹാഫ് ചെയ്യിപ്പിച്ച് അപ്പൊ ഞാൻ ചിലപ്പം ഇൻ കേസ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഹാഫ് വീട്ടിൽ കൊണ്ടുപോകും. ഇതൊരു എടുത്തേക്കാവോ? എടാ സോസ് വേണ്ടാലോ ഇനി? ഇതിന്റെ ഇതോ ടേസ്റ്റ് ടെസ്റ്റ് ആണ്. സീ ഫുഡ് മന്തിയുടെ സീ ഫുഡ് ബിരിയാണി. ആ ഞാൻ ചിക്കൻ ബിരിയാണി പാർസൽ ചെയ്ത് നല്ലതായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈമില്. അത് സീ ഫുഡ് ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അടിപൊളി. കഴിച്ചു നോക്കിയാ പ്രോൺസ് ഒക്കെ എനിക്ക് കണ്ട്. ആണോ? നല്ലതാണോ? ആ നല്ല ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും വരണം. നമ്മൾ സ്പോൺസേർഡ് ഒന്നുമല്ല കേട്ടോ, സ്പോൺസേർഡ് ഒന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാശിന് വരുന്നതാണ്. പക്ഷേ അതുമല്ല വെസ്റ്റ് ക്രോഡൺ സ്റ്റേഷനിൽ നിന്ന് അടുത്തു അത്ര വലിയ 3-4 മിനിറ്റ് ബസ്സിൽ നടക്കാനും ഒത്തിരി ഇല്ല. ഞങ്ങൾ അന്നാണ് ഈസ്റ്റ് ക്രോഡോണിൽ നിന്ന് നടന്ന് ഇവിടെ വരെ വന്നത്. അതും പോസിബിളാണ്. പക്ഷേ അല്ലാണ്ട് വെസ്റ്റ് ക്രോഡോൺ വരെ വന്ന് ഇറങ്ങുവാണെങ്കിൽ കുറച്ച് അടുത്ത ടേസ്റ്റ് വൈസ് നമുക്ക് നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പനീർ ബട്ടർ മസാല നാൻ ലുക്സ് റിയലി നൈസ്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ. എങ്ങനെയുണ്ടാവും ചേട്ടാ? സൂപ്പർ മന്തി കേട്ടോ. കഴിച്ചോ? കഴിച്ചില്ല. ആണോ? ഒരു ഹോട്ടലിൽ വന്ന് ഇങ്ങനെയാണോ ചേട്ടാ? ഇവിടെ ഇഹാ ബേബിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. താങ്ക് യു പറ. ഉമ്മത്തെ ഫ്ലൈങ് കിസ് കൊടുത്ത് ഉമ്മത്തെ. ആ ഉമ്മ എടുക്ക്, ക്ലാപ്പ് അല്ല ഉമ്മ. ടാറ്റ പറ. ആ ഒരു പീസ് കറക്റ്റ് നമ്മുടെ എന്തുവാ കറക്റ്റ് 2 പീസാക്കാം അതിനെ. ഒരു ഹാഫ് ഉണ്ട്. എനിക്ക് നാട്ടിലൊരു ഹാഫ് അല്ലേ അത്? ശരിയടി, നാട്ടിലൊരു ഹാഫ് ആകും. ഇനിയും സ്റ്റേഷനിലോട്ട് പോകാൻ ട്രെയിൻ എടുത്തേക്കുവാണ്. സോറി ബസ്സാണ്. ബസ് എടുത്തേക്കും. അതാണ്ട് ഇവിടെ ഒരാള് 10:15 ഇവിടെ അങ്ങ് ചെല്ലത്തുള്ളൂ. അതൊരു എൻ്റെ ട്രെയിൻ 10 മണിക്ക് ഉള്ളത്.
എന്റെ അഖിലേ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ വയ്യാണ്ടാവുന്നത് നല്ലതല്ല. ഇച്ചിരി ഇച്ചിരി കഴിച്ചാ പോരെ. സീ ഫുഡ് മന്തി, സീ ഫുഡ് ബിരിയാണി കഴിച്ചു മറ്റേ പ്രോൺസ് ഇരുന്ന് നാളെ ജോലിക്ക് പോടെ. നാളെ ജോലിക്ക് പോണേ നമ്മള് എത്താറായി. നമ്മുടെ സ്റ്റേഷനാണ് അടുത്തത്. പിന്നെ നല്ലതായിരുന്നു. ചെറി ബ്ലോസം ഒരു ഫ്ലോപ്പ് ആയി പോയി. നമ്മൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു തോന്നുന്നു. ചെറി ബ്ലോസം അല്ല മാടിപ്പോയായിരുന്നു. ഒരു ഫുഡ് കടിയല്ല ഫുഡ് അടി. എന്റെ പെരന്ന് കടിച്ചോണ്ടിരിക്കും. ഫുഡ് അടി ആയിരുന്നു മെയിൻ. അത് നല്ലതായിട്ട് നടന്നു. കുറച്ച് സാധനം പാഴ്സൽ എടുത്തിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ റീസണബിൾ. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് വൈസ് ഇവർക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. ഈ നാട്ടിലെ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. നല്ല ഫുഡ് കിട്ടി. ഷോർമ ഒക്കെ കഴിച്ചപ്പം ഇവർ പറഞ്ഞ് കറക്റ്റ് നാട്ടിൽ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം ഐ സീ യു. കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഒത്തിരി കാലമായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട്. ലാസ്റ്റ് ബർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞത് എഡിറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. ഇവന്റെ ബർത്ത്ഡേ വ്ളോഗ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇടും. ഓക്കെ ബൈ. ടാറ്റ പറ. ബൈ അയ്യോ നിൽക്കുന്ന കൈ. പറ ടാറ്റ പറ. ഹൈഫൈ എടുത്ത ചേച്ചക്ക്. ബൈ. ഹൈഫൈ.